എൻ്റെ സഹോദരങ്ങളെ, ഈ അവസാന കാലഘട്ടത്തിൽ നാം എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് ഓർക്കാം. സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. മാർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 15-ാമത്തെ തിരുവചനത്തിലൂടെ ഈശോ ഇങ്ങനെയാണ് പറയുന്നത്: അനുദപിക്കുന്ന പാപിക്കാണ് സ്വർഗം കിട്ടുക. നാം എല്ലാവരും സ്വർഗം കിട്ടാനാണ് ജീവിക്കുന്നത്. എന്നാൽ അതേസമയം നാം എല്ലാവരും പാപികളുമാണ്. ഈ പാപം മൂലം നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല. ദൈവിക ഛായയുള്ള മനുഷ്യൻ്റെ ആത്മാവിന് ചുറ്റും പാപത്തിൻ്റെ ഒരു അഭ്രപാളി തീർന്നിരിക്കുകയാണ്. ഏദൻ തോട്ടത്തിൽ വെച്ച് പൂർണ്ണമായും ദൈവിക ഛായയുള്ള ഒരാത്മാവിനെയാണ്, ഒരു സൃഷ്ടിയെയാണ് ദൈവം രൂപപ്പെടുത്തിയത്. പക്ഷേ നാം നമ്മുടെ സ്വതന്ത്രമായ തീരുമാനത്താൽ പാപം ചെയ്ത് ഈ ദൈവിക ഛായയുള്ള ആത്മാവിന് ചുറ്റും നാം തന്നെ പാപത്തിൻ്റെ അഭ്രപാളി തീർത്തു. നാം കണ്ടു, ദൈവത്തിൽ നിന്ന് വന്നത് ദൈവത്തിലേക്കും പൂഴിയിൽ നിന്ന് വന്നത് പൂഴിയിലേക്കും പോകും. മരണത്തോടെ നമ്മുടെ ആത്മാവ് ദൈവത്തിലേക്ക് അടുക്കുവാനായി നോക്കുമ്പോൾ ഈ പാപത്തിൻ്റെ അഭ്രപാളി കാരണം നമുക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയില്ല. നാം എന്ത് ചെയ്യും? മനുഷ്യൻ്റെ ആത്മാവ്, ശരീരം, മനസ്സ് എന്ന 3 ഘടകങ്ങൾ. എൻ്റെ സഹോദരങ്ങളെ, നാം ഈ സമയത്ത് ചിന്തിക്കുന്നത് നല്ലതാണ്. എവിടെ വെച്ചാണ് നമ്മുടെ ഈ പാപത്തിൻ്റെ അഭ്രപാളി ഇല്ലായ്മ ചെയ്യുക? അതില്ലായ്മ ചെയ്താലേ, ആ പാപത്തിൻ്റെ കറ പോയാലേ നമുക്ക് സ്വർഗത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ആത്മാവ് രണ്ടുമല്ലാതെ ഇങ്ങനെ നടക്കും ദൈവത്തിൽ എത്തിച്ചേരുന്നത് വരെ. ഈ പാപക്കറകൾ എങ്ങനെ കഴുകപ്പെടും? ലോകത്തിലായിരിക്കുമ്പോൾ വിശുദ്ധ കുമ്പസാരത്തിലൂടെ പാപമോചനവും വിശുദ്ധ കുർബാനയിലൂടെ പാപപരിഹാരവും നടക്കുന്നു. പ്രാർത്ഥന, പരിഹാരം, പരിത്യാഗം, ദാനധർമ്മം എന്നിവയും പാപപരിഹാരത്തിനായി വിശുദ്ധ കുർബാനയിലൂടെ നാം കാഴ്ചവെക്കുന്നു. എന്നാൽ പരിഹാരം ചെയ്തു കഴിയാത്ത പാപങ്ങളുടെ കറ എങ്ങനെ കഴുകും? നാം ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ ഓരോ മിനിറ്റിലും പാപം ചെയ്യുന്നുണ്ട്. ചിന്തയിലും പ്രവൃത്തിയിലും ഉപേക്ഷയാലുമൊക്കെ. ഈ പാപത്തിന് മുഴുവൻ നാം പരിഹാരം ഈ ഭൂമിയിൽ വെച്ച് തന്നെ ചെയ്തു കഴിയുകയാണെങ്കിൽ നല്ലത്. അപ്പോൾ നേരിട്ട് നമുക്ക് സ്വർഗത്തിലേക്ക് കടക്കാം. എന്നാൽ ഭൂരിഭാഗം മക്കളും നാം ലോകത്ത് ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ പരിഹാരം ചെയ്തു കഴിയാതെയാണ് ഈ ലോകത്ത് നിന്നും യാത്ര പറയുന്നത്. എൻ്റെ സഹോദരങ്ങളെ, മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 22 പറയുന്നു: അവസാനത്തെ ചില്ലിക്കാശും കൊടുത്തു തീർക്കുന്നത് വരെ നീ കാരാഗൃഹത്തിൽ കഴിയേണ്ടി വരും. ദൈവം കരുണയുള്ളവനാണ്, ഒപ്പം നീതിമാനുമാണ്. അവൻ്റെ കരുണയാണ് തൻ്റെ പുത്രനിലൂടെ പിതാവ് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. പുത്രൻ കരുണയുടെ രാജാവായി ഇപ്പോൾ വന്നിരിക്കുന്നുവെങ്കിലും നീതിമാനായ ദൈവത്തിൻ്റെ മുഖം ഒരിക്കൽ നാം അഭിമുഖീകരിക്കേണ്ടി വരും. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ പാപങ്ങൾ ഏവയൊക്കെ? എന്തിനെല്ലാം നാം പരിഹാരം ചെയ്യണം? എങ്ങനെയായിരിക്കും പാപത്തിൻ്റെ ഘോരത നിർണയിക്കുക? 1995 മെയ് 5-ാം തീയതി കൊളംബിയയിൽ ജീവിച്ചിരുന്ന ഗ്ലോറിയോ പോളോ എന്ന ദന്ത ഡോക്ടർക്കുണ്ടായ അനുഭവം നമുക്കിപ്പോൾ നോക്കാം. ഗ്ലോറിയയ്ക്ക് ഈ അനുഭവം ഉണ്ടാകുന്നത് ബൊഗോട്ടായിലെ നാഷണൽ യൂണിവേഴ്സിറ്റിയിൽ വെച്ചാണ്. അന്ന് വൈകുന്നേരം 4:30 ഗ്ലോറിയയും ഭർത്താവും അനന്തരവനും ചേർന്ന് പഠനത്തിനാവശ്യമായ ബുക്കുകൾ വാങ്ങുവാൻ പോകുകയാണ്. ശക്തമായ മഴയും ഇടിമിന്നലും കാറ്റും. ഒരു കുടയിൽ നിന്നിരുന്ന ഗ്ലോറിയയും അനന്തരവൻ ഇടിമിന്നലേറ്റ് മരിച്ചുപോയി. ഗ്ലോറിയ ഇടിമിന്നലേറ്റ് ശരീരം കത്തിക്കരിഞ്ഞ അവസ്ഥയിൽ നിലത്ത് കിടക്കുകയാണ്. ഈ സമയം ഗ്ലോറിയയുടെ ശരീരം ആശുപത്രിയിൽ എടുക്കുകയാണ്. ആശുപത്രിയിൽ ഇവരെ കണ്ട ഡോക്ടർമാർ പറഞ്ഞു, ആന്തരിക അവയവങ്ങളെല്ലാം കത്തിക്കരിഞ്ഞു പോയി, എന്നാൽ മരണം സംഭവിച്ചിട്ടുമില്ല. ഈ അവസ്ഥയിൽ ഡോക്ടർമാർ പറഞ്ഞു, ഇവരെ ശാന്തമായി മരിക്കാൻ നമുക്ക് അനുവദിക്കാം എന്ന്. എന്നാൽ ഗ്ലോറിയയുടെ ഒരു സഹോദരി ഇതിനെ എതിർത്തു. എൻ്റെ സഹോദരങ്ങളെ, ഗ്ലോറിയ ഈ നിമിഷം ഓർക്കുകയാണ്, ജീവിച്ചിരിക്കുന്ന കാലത്ത് ദയാവധത്തെ അനുകൂലിച്ചവളാണ് ഈ ഗ്ലോറിയ. പറ്റാതാകുമ്പോൾ കൊന്നുകളയണം എന്നാണ് ഗ്ലോറിയയുടെ അന്നത്തെ നിലപാടായിരുന്നത്.
ആ ഗ്ലോറിയ ഇന്ന് ഇടിമിന്നലേറ്റ് കിടക്കുമ്പോൾ ഡോക്ടർമാർ പറയുന്നു ശാന്തമായി മരിക്കട്ടെ എന്ന്. ആ സമയം ഗ്ലോറിയയ്ക്ക് വേണ്ടി സഹോദരി എതിർക്കുന്നു. ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം എന്നാണ് അവർ ആവശ്യപ്പെടുക. ഈ ഗ്ലോറിയ കോമ സ്റ്റേജിലായി. 3 ദിവസം ഗ്ലോറിയ കോമ സ്റ്റേജിൽ കിടന്നു. ആ സമയത്ത് ഗ്ലോറിയയുടെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും ഒരു പ്രത്യേക അനുഭവത്തിലൂടെ കടന്നു പോകാൻ ദൈവം അനുവദിച്ചു. ഈ അനുഭവമാണ് നാം ഇവിടെ പങ്കുവെക്കുക. ശരീരത്തിന് വളരെ പ്രാധാന്യം കൊടുത്തിരുന്ന ഗ്ലോറിയ തൻ്റെ ഇപ്പോഴത്തെ കത്തിക്കരിഞ്ഞ ശരീരം കണ്ട് ഈ അവസ്ഥയിലെങ്കിലും ജീവിക്കാൻ ദൈവം എന്നെ അനുവദിച്ചല്ലോ എന്നോർത്ത് നന്ദി പറയുകയാണ്. കരളിൻ്റെ ഭൂരിഭാഗവും കരിഞ്ഞുപോയി, അണ്ഡാശയങ്ങൾ കത്തിക്കരിഞ്ഞു, അതുകൊണ്ട് ഇനി ജീവിച്ചിരുന്നാൽ തന്നെ കുട്ടികൾ ഉണ്ടാവില്ല എന്നും ഡോക്ടർ പറഞ്ഞു. ഗ്ലോറിയ പറയുന്നു, ഇടിമിന്നലേറ്റ സമയത്ത് താൻ അതിമനോഹരമായ ഒരു പ്രകാശവലയത്തിലേക്ക് കടന്നു പോവുകയുണ്ടായി. ലോകത്തിലെ ഒന്നിനെയും താരതമ്യം ചെയ്യാൻ കഴിയാത്ത അത്രയും മനോഹാരിത, നിത്യമായ സന്തോഷം, കത്തിക്കരിഞ്ഞ ശരീരം ഭൂമിയിൽ റബ്ബർ കഷ്ണം പോലെ. ഗ്ലോറിയ പറയുകയാണ്, ഞാനിങ്ങനെ പ്രകാശവലയത്തിലേക്ക് പോകുമ്പോൾ എൻ്റെ ശരീരം റബ്ബർ പന്ത് പോലെ കുതിച്ചു ചാടുന്ന ഒരു അനുഭവം എനിക്കുണ്ടായി. ആ സമയം ഗ്ലോറിയ പരലോകത്തേക്ക് എടുക്കപ്പെടുകയാണ്. ആരാണ് കൊണ്ടുപോകുന്നത് ഗ്ലോറിയയ്ക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ ഞാൻ എവിടേക്കോ എടുക്കപ്പെടുന്നുണ്ട് എന്ന് ഗ്ലോറിയയ്ക്ക് അറിയാം. അവിടെ വെച്ച് ഭൂമിയിലേക്ക് നോക്കുമ്പോൾ കത്തിക്കരിഞ്ഞ അനന്തരവൻ്റെ ശരീരം ഗ്ലോറിയ കണ്ടു. അവിടെ വെച്ച് ഈശോ ഗ്ലോറിയയ്ക്ക് പാപത്തിൻ്റെ എല്ലാ അവസ്ഥകളും കാണിച്ചു കൊടുക്കുകയാണ്. അത്യത്ഭുതകരമായ ഒരു കാഴ്ചയാണ് ഗ്ലോറിയയ്ക്ക് ഈ ലോകത്ത് വെച്ച് ദൈവം കാണിച്ചു കൊടുത്തത്. പ്രകാശവലയത്തിലൂടെ കടന്നു പോയപ്പോൾ മരിച്ച പൂർവികരെയും മാതാപിതാക്കളെയും ഗ്ലോറിയ കണ്ടു. പുനർജന്മത്തിൽ വിശ്വസിച്ചിരുന്ന ഒരാളായിരുന്നു ഗ്ലോറിയോ. അവിടെ വെച്ച് 100 വയസ്സിന് മുകളിൽ ജീവിച്ച് മരിച്ച തൻ്റെ മുത്തശ്ശിയെ കണ്ടപ്പോഴാണ് ഗ്ലോറിയയ്ക്ക് മനസ്സിലായത്, ഇതുവരെ പുനർജന്മം എന്ന ആശയത്തിൽ ഞാൻ വിശ്വസിച്ചിരുന്നത് എത്രയോ തെറ്റായി എന്ന്. മരിച്ചുപോയ അനന്തരവനെയും അവൾ അവിടെ കണ്ടു. ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ എല്ലാവരുടെയും കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിച്ചിരുന്ന ഗ്ലോറിയയുടെ കാഴ്ചപ്പാടുകൾ അവിടെ വെച്ച് പാടെ മാറിയെന്നാണ് പറയുക. കൂടുതൽ ഉയരങ്ങളിലേക്ക് പോയപ്പോൾ മനോഹരമായ ഒരു തടാകം കണ്ടുവത്രേ. മനോഹരമായ വൃക്ഷങ്ങൾ, വ്യത്യസ്തമായ പുഷ്പങ്ങൾ. അപ്പോൾ ഗ്ലോറിയ ഭൂമിയിൽ നിന്നും ഭർത്താവിൻ്റെ കരച്ചിൽ കേട്ടു. വേഗം മടങ്ങി വരണമേ എന്നാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്. ഗ്ലോറിയ ഇപ്പോൾ അനുഭവിക്കുന്ന സമാധാനവും സന്തോഷവുമുള്ള അവസ്ഥയിൽ നിന്ന് മടങ്ങിപ്പോകാൻ ഒട്ടും താല്പര്യപ്പെടുന്നില്ല. എന്നാൽ ദൈവം വലിയ കരുണയോടെ പിന്നീട് ഗ്ലോറിയയെ മടക്കി അയക്കുന്നുണ്ട്. ഗ്ലോറിയയുടെ ഈ സമയത്തെ അനുഭവങ്ങളാണ് നാം കാണുക. ഗ്ലോറിയ പറയുന്നു, ആത്മഹത്യ ചെയ്തവർ ഒഴികെ മറ്റെല്ലാവരും ഈ പ്രകാശം കാണുമത്രേ. ആത്മാവ് തിരിച്ചു വന്നപ്പോൾ ശരീരം ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്ന ഒരവസ്ഥയാണ് ഗ്ലോറിയയ്ക്ക് അനുഭവപ്പെട്ടത്. അപ്പോൾ അവളുടെ റൂമിൽ, ആശുപത്രിയിൽ ചുറ്റും നിന്നിരുന്ന മനുഷ്യരിൽ വെറുപ്പ് നിറഞ്ഞ ഒരു പ്രതീകങ്ങളെ അവൾ കാണുകയാണ്. ഈശോ പറഞ്ഞു, ജീവിച്ചിരുന്നപ്പോൾ നീ ചെയ്ത പാപത്തിൻ്റെ പ്രതീകങ്ങളാണ് ഈ ചുറ്റും നിൽക്കുന്നത്. ഗ്ലോറിയ പിന്നീട് വിവരിക്കുകയാണ്. പ്രകാശം നിറഞ്ഞ സ്ഥലത്ത് അവളുടെ അമ്മയെ അവൾ കാണുന്നു. വെളുത്ത വസ്ത്രം ധരിച്ച അമ്മ. ലോകത്ത് ജീവിച്ചിരിക്കുന്ന കാലത്ത് അമ്മ സ്വീകരിച്ച പരിശുദ്ധ കുർബാനകളാണത്രേ ഈ വെള്ളവസ്ത്രം നൽകിയത്. പിന്നീട് ദുർഗന്ധം നിറഞ്ഞ ഒരു സ്ഥലം ഗ്ലോറിയയ്ക്കായി കർത്താവ് കാണിച്ചു കൊടുത്തു. ആ സമയം ഭൂമിയിലായിരിക്കുമ്പോൾ സുഗന്ധദ്രവ്യങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ച തുക ഗ്ലോറിയ ഓർത്തു വിലപിച്ചു. തീ പൊള്ളലേറ്റതുപോലെയുള്ള അവസ്ഥയാണ് അവിടെ ഗ്ലോറിയയ്ക്ക് അനുഭവിക്കേണ്ടി വന്നത്. ഗ്ലോറിയയ്ക്ക് തോന്നി അവളൊരു മൃഗമാണെന്ന്. കാമാസക്തിക്ക് അടിമപ്പെട്ടവർ ചതുപ്പ് നിലം പോലുള്ള ഒരു സ്ഥലത്ത് കിടന്ന് പൊള്ളുന്ന വേദന അനുഭവിക്കുന്നത് ഗ്ലോറിയ കണ്ടു. ലക്ഷോപലക്ഷം ആളുകൾ 10,000 കണക്കിന് മൈലുകൾ ചേറ് നിറഞ്ഞ സ്ഥലത്ത് കിടക്കുന്നുണ്ടായിരുന്നു.
എൻ്റെ സഹോദരങ്ങളെ, വിവാഹം പരിശുദ്ധമായ ഒന്നാണ്. വിവാഹത്തിന് പുറമേയുള്ള ബന്ധം വലിയ ശിക്ഷ ദൈവത്തിൽ നിന്നും ഏറ്റുവാങ്ങുന്നത് അവൾ മനസ്സിലാക്കി. കാരണം ആ ചതുപ്പ് നിറഞ്ഞ സ്ഥലത്ത് സ്വന്തം പിതാവിനെ അവൾ കണ്ടു. അവൾ ചോദിച്ചു, താങ്കൾ എങ്ങനെ ഇവിടെ എത്തി? സ്വന്തം പിതാവ് മകളായ ഗ്ലോറിയായോട് പറഞ്ഞു, എൻ്റെ മകളെ, ജീവിച്ചിരിക്കുന്ന കാലത്ത് നിന്റെ അമ്മയെ കൂടാതെ മറ്റു പല സ്ത്രീകളുമായി ഞാൻ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ബന്ധം പുലർത്തിയതിൻ്റെ ശിക്ഷയാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നത്. ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് ഭൂമിയിലായിരിക്കുമ്പോൾ ഗ്ലോറിയയെ വിളിച്ചു വരുത്തിയ പല വ്യക്തികളുണ്ട്. ഗ്ലോറിയ ഓർത്തു, ആരൊക്കെ ദൈവസ്നേഹത്തെക്കുറിച്ച് അവളോട് പറഞ്ഞിട്ടുണ്ടോ അവരെയെല്ലാം അവൾ പുച്ഛിച്ച് തള്ളിയിട്ടുണ്ട്. ജീവന്റെ പുസ്തകം ദൈവം തുറക്കുമ്പോൾ ജീവിതത്തിലെ ഓരോ നിമിഷവും വെളിപ്പെടുത്തും. ആരും കാണുന്നില്ല എന്ന് വിചാരിച്ച് നാം നടത്തിയ സംസാരങ്ങൾ, ആരും കാണുന്നില്ല എന്ന് വിചാരിച്ച് നാം മനസ്സിൽ മെനഞ്ഞെടുത്ത പാപങ്ങൾ, ദാമ്പത്യത്തിൽ കാണിച്ച അവിശ്വസ്തതകൾ, ജീവിത പങ്കാളി കാണുന്നില്ല എന്ന് വിചാരിച്ച് ചെയ്തു കൂട്ടിയ പാപങ്ങൾ. ഗ്ലോറിയ പറയുകയാണ്, മരിച്ചു ചെല്ലുമ്പോൾ ഒരു വലിയ സ്ക്രീൻ അവിടെ തെളിഞ്ഞു വരും. രഹസ്യമായി ചെയ്ത എല്ലാ പാപങ്ങളും ലോകത്തിൻ്റെ മുൻപിൽ ദൈവം വെളിപ്പെടുത്തുമെന്ന്. പിന്നീട് ദൈവം പറഞ്ഞു കൊടുത്തു, നീ പാപം ചെയ്യുമ്പോൾ അത് നിന്റെ മക്കളെയാണ് ബാധിക്കുന്നത് എന്ന്. കൂദാശകളിലൂടെ ജീവിക്കുന്നവർക്ക് തലമുറകളിലൂടെയുള്ള ബന്ധനം ഒഴിവാക്കാൻ കഴിയുമെന്ന്. എൻ്റെ സഹോദരങ്ങളെ, വിവാഹം അൾത്താരയിൽ സുഖത്തിലും ജീവിതത്തിലും ഒന്നിക്കും ദുഃഖത്തിലും ഒന്നിക്കുമെന്ന പ്രതിജ്ഞ ദൈവത്തിൻ്റെ മുമ്പിൽ എടുക്കുന്നവരാണ് ദമ്പതികൾ. ഈ ഉടമ്പടി ലംഘിച്ചാൽ വിവാഹത്തിലൂടെ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ ഒരിക്കലും അവരുടെ ജീവിതത്തിലോ അവരുടെ വ്യാപാരത്തിലോ ലഭിക്കുകയില്ല എന്നാണ് ഗ്ലോറിയ വെളിപ്പെടുത്തുന്നത്. ഗ്ലോറിയ പിന്നെയും ഒന്ന് വെളിപ്പെടുത്തി. അവളുടെ പിതാവിന് 12 വയസ്സുള്ളപ്പോൾ പിതാവിൻ്റെ പിതാമഹൻ അദ്ദേഹത്തെ വേശ്യാലയത്തിൽ കൊണ്ടുപോകുമായിരുന്നത്രേ. അതുവഴി ദുരാത്മാക്കൾ അദ്ദേഹത്തിൽ കടന്നുകൂടി. കർത്താവ് പറയുന്നു, മനുഷ്യൻ പ്രലോഭനങ്ങൾക്ക് അധീനനാണ്. സാഹചര്യങ്ങൾ അവനെ വിലക്കിയെടുക്കും. ഗ്ലോറിയ പറയുന്നു, എൻ്റെ പിതാവിന് ഈ ദുസ്വഭാവം ലഭിച്ചത് അദ്ദേഹത്തിൻ്റെ പിതാവിൽ നിന്നാണ്. നാം അറിയുന്നില്ല കുഞ്ഞുമക്കളിലേക്ക് എങ്ങനെയാണ് പാപം നുഴഞ്ഞു കയറുന്നത് എന്ന്. ദമ്പതിമാർ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ദൈവത്തിന് ഭയങ്കര സന്തോഷമാണെന്നാണ് ഗ്ലോറിയ പറയുന്നത്. അവർ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ ദൈവം വരും അതിൻ്റെ മധ്യത്തിലേക്ക്. ഗ്ലോറിയയുടെ പിതാവ് അവിടെ വെച്ച് ഏറ്റുപറഞ്ഞു. വിവാഹത്തിൻ്റെ 15-ാം നാൾ മുതൽ അദ്ദേഹം വേശ്യാലയത്തിലേക്ക് പോയി തുടങ്ങിയതാണ്. അതുകൊണ്ട് തന്നെ വിവാഹം വഴി അദ്ദേഹത്തിന് ലഭിച്ച അധികാരദണ്ഡ് ഇതിനാൽ പിശാച് ഒടിച്ചു മാറ്റി. എന്നാൽ ഗ്ലോറിയയുടെ അമ്മയുടെ പ്രാർത്ഥന, ജപമാല, കുർബാന ഇതുവഴിയാണ് മരണത്തിന് 8 ദിവസം മുമ്പ് ആ പിതാവ് മാനസാന്തരത്തിലേക്ക് വരുന്നത്. മാനസാന്തരത്തിലേക്ക് വന്നു എന്നിരിക്കലും അദ്ദേഹം ചെയ്തു കൂട്ടിയ പാപങ്ങൾക്ക് ഒന്നൊഴിയാതെ പരിഹാരം ചെയ്യുകയാണ് അവളുടെ പിതാവിപ്പോൾ. ഗ്ലോറിയ ഈ കാഴ്ച കണ്ടു. അതിനുശേഷം ഗ്ലോറിയ മനസ്സിലാക്കുന്നൊരു കാര്യമാണ്, അശുദ്ധകരമായ ഒരു നോട്ടത്തിനു പോലും കർത്താവിൻ്റെ മുമ്പിൽ കണക്ക് കൊടുക്കേണ്ടി വരും. പരസ്ത്രീകളുമായിട്ടുള്ള ബന്ധം, അനുഗ്രഹങ്ങൾ മോഷ്ടിക്കപ്പെടും. ഗ്ലോറിയ പറയുകയാണ്, ഗ്ലോറിയ ജീവിച്ചിരുന്ന കാലത്ത് അശുദ്ധകരമായ വസ്ത്രധാരണത്തിലൂടെ പലരെയും വഴിതെറ്റിച്ചിട്ടുണ്ട്. ആ നിമിഷം ഗ്ലോറിയയ്ക്ക് ദൈവം അവളുടെ കത്തിക്കരിഞ്ഞ ജഡം കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നീ ഇത്രമാത്രം സുഗന്ധദ്രവ്യങ്ങൾ ലേപനം ചെയ്ത ശരീരം കണ്ടോ ഇപ്പോൾ എന്ന്. പിന്നീട് ഗ്ലോറിയയെ മിഖായേൽ മാലാഖ ശുദ്ധീകരണ സ്ഥലത്തിൻ്റെ 7-ാം തട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. പുഴുക്കളെ പോലെ ശരീരത്തിലേക്ക് ചാടി വരുന്ന ഒരു അവസ്ഥ അവിടെ. വർണ്ണിക്കാനാവാത്ത വേദനയോടെ വലിയ സ്വരത്തിൽ മറ്റുള്ളവർ കരയുന്നത് അവൾ കേട്ടു. ആത്മഹത്യ ചെയ്തവരുടെ സ്വരമായിരുന്നു അത്രേ അത്. ആത്മഹത്യ ചെയ്യാതെ ഈ ഭൂമിയിൽ എത്ര നാൾ ജീവിക്കുമായിരുന്നോ അത്ര നാളും അവരവിടെ കിടക്കണമെന്നാണ് ഈശോ കാണിച്ചു കൊടുത്തത്. ശുദ്ധീകരണ സ്ഥലത്തു നിന്നും കടന്നു പോകുമ്പോൾ വിശുദ്ധ കുർബാനയുടെ സഹായം വളരെ അത്യാവശ്യമാണ് എന്ന് ഗ്ലോറിയ മനസ്സിലാക്കി. പ്രായശ്ചിത്ത പ്രവൃത്തികളും ദാനധർമ്മങ്ങളും ഇവർക്ക് വേണ്ടി ചെയ്യുന്നത് വലിയ ആശ്വാസമാണ് അവർക്ക്.
സ്നേഹത്തിന് വിപരീതമായി ചെയ്ത പ്രവർത്തികൾ, ഉപേക്ഷിച്ച് കളഞ്ഞ നന്മകൾ, ഇതിന് നാം വലിയ വില കൊടുക്കേണ്ട വരും. പുറത്തേക്ക് എറിഞ്ഞു കളഞ്ഞ ഒരു മണി അരിക്ക് പോലും നാം കണക്ക് കൊടുക്കണം. ഉപയോഗിച്ചു കൂട്ടിയ ഡ്രസ്സുകൾ, നമ്മുടെ അലമാരിയിൽ വെറുതെ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള സാധനങ്ങൾ. എൻ്റെ സഹോദരങ്ങളെ, ഗ്ലോറിയോ പോളോയ്ക്ക് കർത്താവ് 1000-ൽ പരം മോഷണ കുറ്റം ചുമത്തി. അപ്പോൾ ഗ്ലോറിയ പോളോ ചോദിക്കുന്നുണ്ട്, ഞാൻ മോഷ്ടിച്ചിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ഈ മോഷണ കുറ്റം എൻ്റെ മേൽ വരുന്നത്? ഈശോ അപ്പോൾ അവളുടെ ഇന്നർ സൈറ്റ് ലോകത്തിലേക്ക് കൊടുക്കും. അവളുടെ വീട്ടിൽ TV കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയം, ഭർത്താവ് ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഒരു പാക്കറ്റിൽ സാധനങ്ങളുമായി ഗ്ലോറിയോ പോളോയുടെ മുൻപിൽ. ഗ്ലോറിയോ പോളോ തുറന്നു നോക്കും, വെജിറ്റബിൾസ് ആണ്. അതിൽ കോളിഫ്ലവർ എടുത്ത് കാണിച്ചു കൊടുത്തു. അങ്ങനെ ഈ കോളിഫ്ലവർ കൊണ്ട് കുറച്ചെടുത്ത് അവർ കറി വെച്ചു, ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ വെച്ചു. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഫ്രിഡ്ജിൽ മണം വന്നു. അപ്പോഴാണ് നോക്കുന്നത്. അപ്പോൾ ഗ്ലോറിയ പറഞ്ഞു, ഹോ, അത് കേടായി, അത് പുറത്തെ പറമ്പിലേക്ക് തള്ളിക്കളഞ്ഞു. അങ്ങനെ എറിഞ്ഞു കളഞ്ഞ ഓരോ പച്ചക്കറിക്കും, ഓരോ ഭക്ഷണ സാധനങ്ങൾക്കും ഈശോ കണക്ക് ചോദിച്ചു. പറഞ്ഞു, എൻ്റെ മക്കൾക്ക് അനുഭവിക്കേണ്ട സ്വത്താണ് നീ നശിപ്പിച്ച് കളഞ്ഞത്. അതുകൊണ്ട് 1500 മോഷണക്കുറ്റം നിന്റെ പേരിൽ, 1500 വ്യഭിചാരം. ഗ്ലോറിയ പറഞ്ഞു, അതുപോലെ വ്യഭിചാരമൊന്നും ഞാൻ ചെയ്തിട്ടില്ല. പക്ഷേ ഈശോ പറഞ്ഞു, നിന്റെ ഡ്രസ്സിങ് മൂലം, നിന്റെ ഇടപെടൽ മൂലം എത്ര പേർ പാപം ചെയ്തു. അതുപോലെ കർത്താവ് വീണ്ടും ഒരു ചിത്രം അവൾക്ക് കാണിച്ചു കൊടുക്കുക. അപ്പോൾ ലോകത്തിൽ നടക്കുന്നത് ഒരു TV ന്യൂസ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഗ്ലോറിയോ, അതിൽ ഒരു കർഷകൻ മരിച്ചു കിടക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ വിലപിക്കുന്നു. ഗ്ലോറിയോ പോളോ നട്ട്സ് തിന്നുന്നു, ഒപ്പം TV കാണുന്നു. ആ മനുഷ്യൻ്റെ ന്യൂസ് കേട്ടപ്പോൾ ഗ്ലോറിയോ പറഞ്ഞു, പാവം മനുഷ്യൻ. അത് പറഞ്ഞ് ആ ചാനൽ മാറ്റി. അടുത്ത ചാനലിൽ ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കുന്നു. ഗ്ലോറിയോ അത് വളരെ ശ്രദ്ധയോടെ കുറിച്ചെടുത്തു. അടുത്ത ക്ലബിൽ, അടുത്ത മീറ്റിങ്ങിൽ ഇത് അവിടെ കൊണ്ടുവന്ന് കാണിക്കണം എന്നോർത്ത്. അവസാനം TV ഓഫ് ചെയ്തു. ഗ്ലോറിയോ പോയി. ഈശോ കാണിച്ചു കൊടുത്തു, ഈ കർഷകൻ ആരായിരുന്നു? പിന്നീട് വേറൊരു ദൃശ്യം ഗ്ലോറിയയ്ക്ക് കാണിച്ചു കൊടുക്കുക. ഗ്ലോറിയ സ്വന്തം മകനുമൊത്ത് കാറിൽ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ മോശപ്പെട്ട രീതിയിൽ വസ്ത്രധാരണം ധരിച്ച ഒരു സ്ത്രീ. ഇവരെ കണ്ട് മകൻ ഗ്ലോറിയോട് ചോദിക്കുന്നുണ്ട്, മമ്മി, ഇതാരാണ്? ഇവരെന്താണ് ഇങ്ങനെ? അപ്പോൾ ഗ്ലോറിയ മകനോട് പറയുകയാണ്, മോനെ, അതൊരു വേശ്യയാണെടാ, അതിനെ നീ നോക്കണ്ട എന്ന്. സ്ക്രീൻ മറഞ്ഞു. കർത്താവ് പറഞ്ഞു, നീ എന്താ പറഞ്ഞത്? വേശ്യയാണെന്നോ? ആരാണവൾ? അവൾ ആരാണെന്ന് നിനക്കറിയുമോ? എങ്ങനെയാണ് അവൾ വേശ്യയായതെന്ന് നിനക്കറിയുമോ? ഗ്ലോറിയ പറഞ്ഞു, എനിക്കറിയില്ല. കർത്താവ് കാണിച്ചു കൊടുത്തു, അന്ന് TV ന്യൂസ് കണ്ടില്ലേ, ഒരു കർഷകൻ മരിച്ചിട്ട് ഒരു വിധവ നിലവിളിച്ചത്? അത് നിന്റെ ഇടവകാതിർത്തിയിൽപ്പെട്ട ഒരു കുടുംബമായിരുന്നു. ആ സഹോദരിക്ക് ഒരു സഹായം ചെയ്തു കൊടുക്കാൻ നിനക്ക് അങ്ങനെ ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു, വിധവകൾക്ക് വീട് കെട്ടിക്കൊടുക്കാൻ, വിധവകൾക്ക് കൈത്തൊഴിൽ പഠിപ്പിക്കാൻ. എന്നാൽ നീ അതൊന്നും ശ്രദ്ധിച്ചില്ല. ആ സ്ത്രീ വികാരിയച്ഛൻ കൊടുത്ത പൈസ കൊണ്ട് കുറച്ചു നാൾ ജീവിച്ചു. പിന്നീട് ജീവിക്കാൻ ആരും അവൾക്ക് നല്ല ജോലി കൊടുത്തില്ല. പകരം അവളുടെ മക്കളെ വ്യഭിചാരത്തിന് ക്ഷണിക്കുകയാണ് ചെയ്തത്. സ്വന്തം മക്കൾ വ്യഭിചരിക്കാതിരിക്കാൻ വേണ്ടി അവൾ വ്യഭിചാരം ഏറ്റെടുത്തു. ഈശോ ചോദിച്ചു, എൻ്റെ തിരുരക്തം വിലയായി കൊടുത്തതാ ഈ മകൾക്ക്. അതുകൊണ്ട് ഈ മകളെ രക്ഷിക്കേണ്ടത് നിന്റെ കടമയായിരുന്നു. അവൾ ചെയ്തു കൂട്ടിയ എല്ലാ വ്യഭിചാരത്തിനും നീ കണക്ക് കൊടുക്കേണ്ടി വരും. നീ ഉപേക്ഷിച്ച് കളഞ്ഞ നന്മ മൂലമാണ് ഈ പാപം അവളിൽ വന്നത് എന്ന്. നാം വിചാരിക്കുന്നതിനേക്കാൾ എത്രയോ വിപരീതമാണ് കർത്താവിൻ്റെ വിധിയെന്ന് ഗ്ലോറിയ അവിടെ നിന്ന് അന്തം വിട്ടുപോയി എന്നാണ് പറയുക. അതുപോലെ കർത്താവ് പറഞ്ഞു, എത്രയോ ഡൈവോഴ്സുകൾ നീ നടത്തി. ഗ്ലോറിയ പറഞ്ഞു, ഞാൻ ഡൈവോഴ്സുകൾ നടത്തിയിട്ടില്ല. കർത്താവ് പറഞ്ഞു, നിന്റെ സഹപ്രവർത്തകയായി വർക്ക് ചെയ്യുന്ന ഒരു ഡോക്ടർ, ആ പെൺകുട്ടി ഭർത്താവിനെ നന്നായി സ്നേഹിച്ചിരുന്നു. അവൾ ഭർത്താവിനെ സ്നേഹിച്ച വിശേഷം ഇവളോട് പറയുമ്പോഴൊക്കെ ഗ്ലോറിയോ പറയുമത്രേ, ഇത്രയൊന്നും ഭർത്താവിനെ സ്നേഹിക്കേണ്ട കേട്ടോ, അവസാനം അവൻ നിന്നെ ചതിക്കുമ്പോൾ നിനക്ക് വല്ലാത്ത വേദന തോന്നും, അതുകൊണ്ട് ഇപ്പോൾ സ്നേഹിക്കൊന്നും വേണ്ട. എന്നാൽ ഈ പറഞ്ഞതുപോലെ തന്നെ ആ കൂട്ടുകാരിക്ക് സംഭവിച്ചു. ആ കൂട്ടുകാരിയുടെ ഭർത്താവ് ജോലിക്ക് വന്നിരിക്കുന്ന ഒരു സ്ത്രീയുമായി തെറ്റായ ബന്ധം പുലർത്തിയിരുന്നു.
പിന്നീട് ഈ കൂട്ടുകാരി ഇതറിയുകയും എന്നാൽ ആ ഭർത്താവ് ഈ കൂട്ടുകാരിയോട് ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുകയും ഇനി ഒരിക്കലും ഈ തെറ്റ് സംഭവിക്കുകയില്ല എന്ന് പറയുകയും ചെയ്തു. പക്ഷേ ഗ്ലോറിയായുടെ നിരന്തരമായ തെറ്റായ ഉപദേശം മൂലം ഈ കൂട്ടുകാരി ഡൈവോഴ്സ് ചെയ്തു, വേറെ ഒരു പുരുഷനെ വിവാഹം ചെയ്തു. ഈശോ ഗ്ലോറിയോട് പറഞ്ഞു, ഇവളുടെ ഡൈവോഴ്സിന് ആരാണ് കാരണക്കാരി? ഇവളെ കൊണ്ട് കൂദാശപരമല്ലാത്ത ഒരു വിവാഹം കഴിപ്പിച്ച് ഇവൾ നിരന്തരം ചെയ്യുന്ന ഈ വ്യഭിചാരത്തിന് ആരാണ് കാരണക്കാരി? നീയാണ് കാരണക്കാരി. അതുകൊണ്ട് ആ പാപത്തിനും കൂടി നീ ഇവിടെ പരിഹാരം ചെയ്യേണ്ടതായിട്ട് വരും. ഗ്ലോറിയോ പോളോ ലോകത്തിന് കാണിച്ചു കൊടുത്തു, ഇതാണ് പരലോകത്തിൽ നടക്കുന്ന വിധിയെന്ന്. കർത്താവ് പറഞ്ഞു, കുംഭസാരം ആത്മാവിൻ്റെ അലക്ക് യന്ത്രമാണ്. സോപ്പിനും വെള്ളത്തിനും പകരം ഈശോയുടെ തിരുരക്തമാണ് അവിടെ ഒഴുക്കുക. ഒരു വ്യക്തി കുംഭസാരത്തിനായി ഒരു വൈദികന്റെ പക്കലെത്തുമ്പോൾ മനുഷ്യബുദ്ധിക്ക് ഗ്രഹിക്കാൻ കഴിയാത്ത അത്രയും അത്ഭുതം അവിടെ നടക്കുന്നുണ്ട്. ഈശോ ഇങ്ങനെയാണ് പറഞ്ഞു കൊടുത്തത്. വൈദിക പട്ടം ലഭിക്കുമ്പോൾ അഭിഷേകത്താൽ ദൈവം അവരുടെ ഹൃദയത്തിൽ ഒരു ആത്മീയ മുറിവ് ഉണ്ടാക്കുന്നു. ഒരു പാപി പാപം ഏറ്റുപറയുമ്പോൾ ആ വ്യക്തി ദൈവകരത്തിലേക്ക് ഉയർത്തപ്പെടുകയും അവിടെ ഈശോ തൻ്റെ കുരിശ് സ്ഥാപിക്കുന്നത് വഴി തിരുരക്തം അനുതപിക്കുന്ന പാപിയുടെ ആത്മാവിലേക്ക് ഒഴുകിയിറങ്ങുകയും ചെയ്യുന്നു. ഓരോ പാപം ഏറ്റുപറയുമ്പോഴും സാത്താൻ്റെ അവകാശത്തിലുള്ള പാപത്തിൻ്റെ കടച്ചീട്ട് ഈശോ ചീന്തിക്കളയുന്നു. തന്ത്രപരമായ പലവിധത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും ആത്മാവിനെ നശിപ്പിക്കാൻ സാത്താൻ പദ്ധതിയിടുന്നുണ്ട്. അവൻ തരുന്ന ആദ്യ ചിന്ത, വൈദികരെല്ലാം നമ്മളെക്കാൾ പാപികളാണ്, പിന്നെന്തിനാണ് അവരുടെ അടുത്ത് കുമ്പസാരിക്കുന്നത്? ഇതാണ് അവൻ തരുന്ന ചിന്ത. ആരെയും വിധിക്കാൻ നിനക്ക് അധികാരം തന്നിട്ടില്ലെന്നും വൈദികരുടെ വിശുദ്ധിയെ താൻ വിധിച്ചുകൊള്ളാമെന്നും കർത്താവ് ഗ്ലോറിയാക്കി വെളിപ്പെടുത്തി. അവർക്ക് മാത്രമാണ് കൂദാശകൾ പരികർമ്മം ചെയ്യാനുള്ള അധികാരം കർത്താവ് കൊടുത്തിട്ടുള്ളൂ. ഇത് എന്നും ഓർത്തിരിക്കണമെന്ന് ഈശോ അവളോട് പറഞ്ഞു. ഈശോ ഗ്ലോറിയയെ രക്ഷപ്പെടുത്തി ഭൂമിയിലേക്ക് പറഞ്ഞയക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ഗ്ലോറിയ അത്ഭുതപ്പെട്ടു പോയി. ഗ്ലോറിയ പറഞ്ഞു, എൻ്റെ അമ്മയുടെ പ്രാർത്ഥന കൊണ്ടാണോ ഈശോയെ എന്നെ നീ വിടുന്നത്? ഗ്ലോറിയയോട് ഈശോ പറഞ്ഞു, അല്ല മോളെ, നിന്റെ അമ്മയുടെ പ്രാർത്ഥന കൊണ്ടല്ല, നിന്നെ അറിയാത്ത ഒരു നീതിമാനായ വ്യക്തിയുടെ പ്രാർത്ഥന മൂലമാണ് ഞാൻ നിന്നെ ഇപ്പോൾ ഭൂമിയിലേക്ക് അയക്കുന്നത്. ഈ വിവരങ്ങളെല്ലാം നീ ഭൂമിയിൽ പോയി പറയുക. അപ്പോൾ ഗ്ലോറിയയ്ക്ക് ജിജ്ഞാസ, ആരാണ് ആ നീതിമാൻ? ആരാണ് എനിക്ക് വേണ്ടി ഇതുപോലെ പ്രാർത്ഥിച്ചത്? ദൈവം അപ്പോൾ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തി വെളിപ്പെടുത്തി കൊടുത്തു. ഗ്ലോറിയയ്ക്ക് കാണിച്ചു കൊടുത്തു. ഒരു പലചരക്ക് വ്യാപാരി, പാവപ്പെട്ട ഒരു മനുഷ്യൻ, തീരെ ദരിദ്രൻ. അദ്ദേഹം പലചരക്ക് കടയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കടയിൽ ഒന്നുമില്ല, തീപിടുത്തം മൂലം അത് നശിച്ചു പോയി. അപ്പോൾ 275 രൂപയും വെച്ച് അദ്ദേഹം മാർക്കറ്റിലേക്ക് പോയി. അവിടെ വെച്ച് ഭക്ഷണത്തിനുള്ള റൊട്ടിയും ഉപ്പും വാങ്ങി ബാക്കിയുള്ള പൈസ കൊണ്ട് അദ്ദേഹം നേർച്ച നിറവേറ്റാൻ ദേവാലയത്തിലേക്ക് പോവുകയാണ്. ആ സമയത്ത് അദ്ദേഹത്തിന് കടക്കാരൻ റൊട്ടി പൊതിഞ്ഞു കൊടുത്ത കടലാസിൽ ഗ്ലോറിയയുടെ ഈ ഇടിമിന്നലേറ്റ വാർത്ത കാണുന്നു. ഈ നീതിമാനായ ദരിദ്രനായ മനുഷ്യൻ ഉടനടി മുട്ടിന്മേൽ നിന്ന് കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചു, സ്വന്തം സഹോദരിക്ക് വന്നാൽ എന്നതുപോലെ, ദൈവമേ, എൻ്റെ സഹോദരിയെ നീ രക്ഷിക്കണമേ, ഇവരെ രക്ഷിച്ചാൽ ഇന്ന സ്ഥലത്ത് പോയി ഞാൻ നേർച്ച നടത്താമെന്ന്. കർത്താവ് പറയുന്നു, ദൈവം പാപികളുടെ പ്രാർത്ഥന കേൾക്കുകയില്ല, എന്നാൽ നീതിമാന്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. ദൈവം പറഞ്ഞു, നിനക്ക് വേണ്ടി ലോകത്തിൽ നിന്ന് ഉയർന്ന പ്രാർത്ഥനകളിൽ ഏറ്റവും വിശിഷ്ടമായ പ്രാർത്ഥന ഈ പാവ മനുഷ്യൻ്റെ ആയിരുന്നു. ഇവൻ്റെ പ്രാർത്ഥന കേട്ടിട്ടാണ് ഞാൻ നിന്നെ വീണ്ടും ഭൂമിയിലേക്ക് അയക്കുന്നത്. എൻ്റെ സഹോദരങ്ങളെ, ഗ്ലോറിയ ന്യായാധിപ സന്നിധിയിൽ എന്ന ബുക്കിൽ പറയുന്നുണ്ട്, ഈ വിവരം ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലെങ്കിൽ അടുത്ത എൻ്റെ മരണത്തിൽ ഞാൻ കർശനമായി ദൈവം മുമ്പിൽ വിധിക്കപ്പെടുമെന്ന്. സഹോദരങ്ങളെ, നമുക്കോർക്കാം, ഈ അവസാന കാലഘട്ടത്തിൽ നാം എന്താണ് ചെയ്യേണ്ടത്? നാം എന്താണ് ഓർക്കേണ്ടത്? ജനിച്ചാൽ നമുക്കൊരു മരണമുണ്ട് എന്ന സത്യം മനസ്സിലാക്കി ഓരോ നിമിഷവും നമുക്ക് ജീവിക്കാം. മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടെന്ന് എപ്പോഴും നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കാം. ഈ ജീവിതത്തിൽ എത്തുന്നതിനേക്കാൾ മുൻപ് ന്യായാധിപന്റെ സന്നിധിയിൽ നാം നിൽക്കേണ്ടി വരും. അന്ന് നാം ലോകത്ത് ചെയ്ത തിന്മകളും നന്മകളും നമ്മുടെ മുന്നിൽ
വളരെ വ്യക്തമായി ദൈവം തെളിയിച്ചു തരും എന്നും നമുക്ക് ഓർക്കാം. എൻ്റെ സഹോദരങ്ങളെ, പരിശുദ്ധ കുർബാനയിൽ നമുക്ക് അഭയം പ്രാപിക്കാം. തിരുരക്തത്തെ വിളിച്ച് പ്രാർത്ഥിക്കാം. സ്നേഹത്തിൻ്റെ പ്രവർത്തികൾ ചെയ്ത് ശുദ്ധീകരണ സ്ഥലത്തെ സമയം നമുക്ക് കുറയ്ക്കാം. അതിനായി പരിശുദ്ധ അമ്മയെ നമുക്ക് മധ്യസ്ഥത്തിനായി വിളിക്കാം.